പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഇടാൻ പറ്റിയില്ല. നമ്മൾ ലൈവ് വന്നു കഴിഞ്ഞ ഞായറാഴ്ച പിന്നെ വരാനും പറ്റിയില്ല. കഴിഞ്ഞ ഞായറാഴ്ച വരണിച്ചിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചു. പക്ഷേ ഞായറാഴ്ച ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ കമൻറ്റിലാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോയിലത്തെ കേട്ടാ. അതിൻ്റെ മുന്നിലത്തെ ആഴ്ചയിലത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ലൈവിൽ. അത് പിന്നെ പൊളിഞ്ഞുല്ലോ, അത് ശരിയാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് പിന്നെ ഇനി വായിക്കണില്ല. ഇനിയിപ്പോൾ പുതിയ വീഡിയോകളിലത്തെ വായിക്കാം. ലൈവും കമൻറ്റ് വായന ഒരുമിച്ച് പോവില്ലേ? വായിച്ചോ. ടെസ്ല മൈ ഹീറോ. സരിത ജഗ്ഗുവിനെ ഒന്നിനും സമ്മതിക്കില്ല. അവനെ അങ്ങനെ ചെറുതാക്കി കാണിക്കരുത്. അത് മറ്റേ അരിയാൻ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട്. സ്നേഹലത നായർ. ഹാപ്പി ടു സീ ജഗ്ഗു ടോക്കിംഗ്. പ്ലീസ് മേക്ക് ഹിം ടോക്ക്. താങ്ക് യു ഫോർ ദ വീഡിയോ. ഗുഡ് ലുക്കിംഗ് ഫാമിലി. ഇത്രയും നാച്ചുറൽ കുക്കിംഗ് കണ്ടിട്ടില്ല. ചിൽഡ്രൻ കുക്കിംഗ് ചെയ്യുന്ന പോലെ. വെരി സ്വീറ്റ് 3. ഈ വീഡിയോയിൽ അജു സരിതയുടെ വികൃതി നല്ലവണ്ണം സഹിക്കുന്നു. അജു സരിതയുടെ വികൃതിയാ? ഇത് മറ്റേ ഷവർമ്മ ഉണ്ടാക്കിയ വീഡിയോ. തെറ്റെഴുതിയതാവോ ചേച്ചി? സരിത അജുവിന്റെ വികൃതി സഹിക്കണമെന്നായിരിക്കും സരിതയുടെ ബ്രില്യൻ കമന്റ്സ്. അങ്ങനെ. ബിന്ദുജ വിജയൻ. ഇപ്പോൾ എന്നും രാവിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഒരു ശീലമായി. താങ്ക്സ് ഫോർ ദ പോസിറ്റീവ് വൈബ് ആൻഡ് വെരി നാച്ചുറൽ പ്രസൻറ്റേഷൻ. സന്തോഷം. അടുത്തത് ലക്ഷ്മി രാജേഷ്. നമസ്കാരം, നല്ല വീഡിയോ. പതിവ് തെറ്റിച്ചില്ല, ചിരിപൂരം തന്നെ. പൊന്നൂസിന് ആശംസകൾ. സന്തോഷത്തോടെ അറിയിക്കട്ടെ. എൻ്റെ മകൾ അപർണയ്ക്ക് 99.67% മാർക്ക് ലഭിച്ചു. എറണാകുളം സെൻറ്റ് തെരേസസിലെ വിദ്യാർത്ഥിനിയാണ്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു വിഷയം. ഗോഡ് ബ്ലസ് യു ഓൾ. അപ്പോൾ ആ ചേച്ചിയുടെ മോൾ അപർണയ്ക്ക് ആശംസകൾ. അടിപൊളി. 99.67%. പ്ലസ് ടു ആവോ? ആയിരിക്കും അല്ലേ? +2. 10ാം ക്ലാസ്സിൽ കിട്ടുന്നത് ഒരു വാർത്തയില്ലല്ലോ. അല്ല, ഞാൻ ഡിഗ്രി വാങ്ങിച്ചു. സെൻറ്റ് തെരേസസ് എന്ന് പറഞ്ഞപ്പോഴേ സെൻറ്റ് തെരേസസ് സ്കൂളാവൂല്ലേ? ആയിരിക്കും, അവർക്ക് സ്കൂളുണ്ടായിരിക്കും. ലൈല. മരത്തിന്മേൽ മുഖം തുടച്ച അജു എത്ര പാവമാണ്. സൂപ്പറായി. അത് നിങ്ങളുടെ ക്യാമറാമാനെ സമ്മതിച്ചു. അയാൾ ചിരിച്ച് പണിയായി കാണും. എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ടല്ലോ. അത് അപ്പ തോന്നിയതാണ്. അല്ലാതെ മരത്തിൽ മുഖം തുടയ്ക്കാനാണ് വിചാരിച്ചത്. നല്ലത് ഇങ്ങനെ ഒലിച്ചിറങ്ങണപ്പോൾ തുടയ്ക്കാനുള്ള സാധനം കയ്യിൽ വേണ്ട പെട്ടെന്ന്. കയ്യുമേ കൂടി ആകെ ജഗ് എന്നിട്ട് പറഞ്ഞത് പെയിന്റ് അടിക്കാൻ പോയവരെ പോലെ കയ്യുമ്മല് ഒലിക്കുന്നുണ്ട്. അടുത്തത് ശ്രീരഞ്ജിനി. ഒരു മിനിറ്റാ. ശ്രീരഞ്ജിനി ബി. അജു ലാസ്റ്റിൽ ചിരിച്ച് മണ്ണ് കപ്പി. ജഗ്ഗു പറഞ്ഞ പോലെ മരം ടിഷ്യൂ ആക്കി. ഇടയ്ക്ക് ചാർലി കണ്ണടയും കൊണ്ടുപോയി. അത് വൻ നഷ്ടമായി. ആ വീഡിയോയിൽ നമുക്കൊന്ന് നഷ്ടം 2500 രൂപയാണ്. നമ്മുടെ കണ്ണട നശിപ്പിച്ച് ചാർലി. അടുത്ത ഋതം ഓഫ് നേച്ചർ. ഇപ്പം അത് കാരണം കൊണ്ട് കണ്ണട ഭയങ്കര ശ്രദ്ധിച്ചിട്ടാ. അതുപോലെ തന്നെ കണ്ണട വാങ്ങി റോജിയുടെ അവിടെ പോയിട്ട്. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്നും വെക്കില്ല. ഞാൻ ഇടയ്ക്കാന്ന് വെച്ചാൽ വീഡിയോ എടുത്ത ക്ലിപ്പുകൾ ഇങ്ങനെ ഈ വെളിച്ചുണ്ടോന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാനാണ് ഈ കണ്ണട പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. പാചകം ചെയ്യുമ്പോഴേ എന്തിനായാലും. അപ്പോൾ അത് പണ്ടേ ഉള്ളൊരു ശീലാണ്. കണ്ണട ഇവിടെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർലിനെ വെച്ചിട്ടപ്പോൾ ഈ സാധനം ഇതെടുത്ത് കൊണ്ടുപോകുന്നു വിചാരിച്ചില്ല കണ്ണട. അപ്പോൾ അതിന്നൊരു പാഠം പഠിച്ചു. അപ്പോൾ കണ്ണട ഇപ്പോൾ ഇവിടെ വെക്കുന്നില്ല. അടുത്തത് ഋതം ഓഫ് നേച്ചർ. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്നൊരു വലിയ കഴിവ് തന്നെയാണ്. അത് നിങ്ങൾക്ക് നന്നായുണ്ട്. നിങ്ങളോട് സംസാരിച്ചാൽ ടെൻഷനൊക്കെ മാറി ചിരിക്കാൻ പറ്റും. പലർക്കും വിഷമിപ്പിക്കാനേ അറിയൂ, സന്തോഷിപ്പിക്കാൻ അറിയില്ല. വളരെ വളരെ എന്താ പറയുക, നല്ല ഒരു അംഗീകാരമാണ് നമുക്കത്. അടുത്തത് മീന സതീഷ്. ഈ വീഡിയോ നന്നായിട്ടുണ്ട്. ജഗ്ഗുവിൻ്റെ ഡയലോഗ് പെയിന്റ് അടിക്കാൻ പോയ പോലെ ഉണ്ട് എന്ന് സരിത ചാർലിയോട് പറയുന്നുണ്ടായിരുന്നു. നീ 3 മൂളലേ കേട്ടുള്ളൂ, പക്ഷെ അതിന് അനേകം അർത്ഥങ്ങളുണ്ടെന്ന്. ക്യാമറാമാന് ഞാൻ തന്നെ ഷവർമ്മ ഉണ്ടാക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് അജു. എല്ലാം കൂടെ ചിരിച്ച് മതിയായി. ആ വീഡിയോയില് ഈ ചാർലി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കണ്ണട നശിപ്പിച്ചാണ്. വായലാണ് ഈ സാധനം ഇരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. റജി ബാബു. സുരേഷ് ബാബു. എൻ്റെ അജു ചേട്ടാ, നിങ്ങളെ കൊണ്ട് വയ്യ. ചിരിച്ചൊരു വഴി. ഷവർമ്മ കഴിച്ചത് കൊച്ചുകുട്ടികൾ ഐസ്ക്രീം കഴിച്ച പോലെ. ആ മരത്തിന് കൈ ഉണ്ടായിരുന്നില്ല. അജു ചേട്ടൻ്റെ തലക്കിട്ടൊരു കൊട്ട് തന്നേനെ. ജഗ്ഗുകൂട്ടൻ. സരിത നല്ലൊരു ടീച്ചറാണെന്ന് ദീപ ഇവിടെ ഇരുന്ന് പറയുന്നു. വൈഫ്. ഓൾവേസ് ലവ് യു ഡിയേഴ്സ്. അടുത്തത് രാഗിണി നടുംപറമ്പിൽ രാജൻ. I always watch videos to feel close to home. Living in Europe, your videos bring peace and happiness. But today I felt a bit sad for Jaggu.
It's okay to do mistakes. It's okay to fail. But not trying is a problem. I know as a mother we are worried about our babies getting hurt. But that's how they learn. Very important to motivate and include kids in cooking. Next time, Ajueta Sarada, please allow Jaggu to help. മനസ്സിലായില്ല ചേട്ടന് പറയണ്ടല്ലോ. അല്ല അത് നമ്മള് വളരെ ശരിയാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവർക്ക് മുറിവ് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാണ്ടിരിക്കും. പക്ഷെ അത് ചെയ്യിപ്പിക്കാണ്ടിരിക്കും തോറും അവര് നാശമായി പോവുള്ളൂ. അവർക്ക് ഒന്നും അറിയാണ്ടായി പോവും. അങ്ങനെ പാടില്ല. ചെയ്യിപ്പിക്കണം. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കൂട്ടാ. അവൻ തന്നെത്താൻ ചോറ് വെക്കണതും ഇല്ലേ എല്ലാ ദിവസവും കാലത്ത് എണീറ്റിട്ട് അവനാണ് ചായ വെക്കാറ്. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ കട്ടൻ ചായ ഏട്ടാ. പാൽ ചായ വെക്കാനായിട്ട് അറിയില്ല ആൾക്ക്. പറഞ്ഞു കൊടുത്ത ഒരു ദിവസം കാണിച്ചു കൊടുത്ത് മനസ്സിലായി. എന്നാലും പാൽ ചായ വെക്കാൻ അത്ര ആൾക്ക് കോൺഫിഡന്റ് അല്ല. പക്ഷെ കട്ടൻ ചായ വെക്കും. ചായ വെച്ചോണ്ട് നേരം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ വെക്കും. അതൊക്കെ ചെയ്യും. മറ്റേ കത്തിയ പുതിയ കത്തിയായിരുന്നു, നല്ല മൂർച്ചയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതിങ്ങനെ വളരെ കനം കുറച്ചിങ്ങനെ നീളത്തിൽ അരിയേണ്ടതാണല്ലോ. അപ്പോൾ വെട്ടി നുറുക്കി അങ്ങനെ പോലെ അരിയണതേ, അതുകൊണ്ട് പറഞ്ഞതാ. അടുത്തത് ശ്രുതി പ്രദീപ്. സരിതേച്ചി, ഇതിനിടയ്ക്ക് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പഠിക്കാൻ പോയിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് ഇപ്പോഴൊന്നല്ല, 2020 അല്ലേ? 2020 ഇവിടെ വീട് നമ്മൾ പൊളിച്ച് ഇത് ഉള്ളിൽ ഇൻറ്റീരിയർ പണിയുന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിലല്ലായിരുന്നേ, അപ്പോഴാണ് പോയിട്ടുള്ളത്. പൂത്തോള്. പിന്നെ ഷൈലജ ഹരിദാസ്. പോകട്ടെ സരിതേ, 31 വയസ്സായ എൻ്റെ മകൻ ഇതുപോലെയാണ്. പച്ചപ്പപ്പടം, ചപ്പാത്തി മാവ്, എങ്ങനെ ഒരു പൊടിയും ബാക്കി വയ്ക്കില്ല. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ചിരി വരും. ജഗ്ഗുവിനെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ പച്ച സാധനങ്ങൾ കുഴച്ച് വെച്ചിരിക്കുന്ന അടയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിനൊക്കെ എടുത്ത് തിന്നും. എന്തിട്ടായാലും ഗോതമ്പോണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ അതിന് എടുത്ത് തിന്നും. ഇപ്പൊ മോശമാണോ? അല്ല, പച്ച സാധനങ്ങള് കഴിക്കില്ലോ. പിന്നെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നറിയോ? അച്ചപ്പത്തിന്റെ അരിഞ്ഞ അതിന് കൂട്ടില്ലേ, അച്ചപ്പത്തിന്റെ കൂട്ട്, അത് കോരി കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഇതില്ലേ കിണ്ണത്തപ്പത്തിന്റെ കൂട്ട് ഒക്കെ കഴിക്കും. അടുത്തത് മെഹബൂബ് ആറൻ അങ്ങനെയാട്ടാ. ഡിയർ അജു, സരിത, ജഗ്ഗു ആൻഡ് നിതിൻ, ഷവർമ സൂപ്പർ. ചിക്കൻ കൊത്തിയരിയണം, അപ്പോൾ റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ മരത്തിന് ടിഷ്യൂ പേപ്പർ ആക്കിയ അജു ഒരു സംഭവമല്ല, ഒരു പ്രസ്ഥാനമാണ്. കീപ് ഇറ്റ് അപ്പ്. നമ്മൾ ആ ഷവർമ ഉണ്ടാക്കലിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഷവർമ കമന്റ് ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് അൽത്താസ, തൃശ്ശൂർ അൽത്താസയിലത്തെ കമന്റ്, തൃശ്ശൂർ അൽത്താസയിലത്തെ ഷവർമ കഴിച്ചു നോക്ക് നിങ്ങൾ. നമ്മളത് വീഡിയോയില് എവിടെയോ പറഞ്ഞല്ലോ. ഷവർമ ഇങ്ങനെ ഷവർമേനെ കുറിച്ച് ഭയങ്കരമായിട്ട് എന്തുകൊണ്ട് സംഭവം എന്ന് അറിയാൻ വേണ്ടി കുക്ക് ഡോറിൽ പോയിട്ട് കഴിച്ചിട്ട് എനിക്കത് കഴിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കഴിച്ചോളൂ. ചേട്ടൻ എങ്ങനെയൊക്കെയോ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അതോടുകൂടി അത് വെറുപ്പായി. ഇതാണല്ലേ ഷവർമ. ശരിക്ക് എനിക്ക് കാബേജ് ഉപ്പേരി കഴിക്കും. നമ്മൾ കാബേജ് ഇവിടെ കുരുമുളക് അല്ല ഇതിട്ടിട്ട് വയ്ക്കില്ലേ, ജീരകം നാളികേരം അരച്ച് ഇങ്ങനെ ചേർത്തിട്ട് കാബേജ് ഉപ്പേരി വയ്ക്കില്ലേ, ശരിക്കും അത് കഴിക്കണ പോലെ തോന്നി. ഇതിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി തരുന്ന ഈ സാധനമാണല്ലോ. വേറെ ഒന്നും തോന്നിയില്ല. മയോണൈസും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്ത. അത് ഇനിയിപ്പോ ഷവർമ്മല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു കമന്റ്, ആരാണ് കമന്റ് ഇട്ടത്? തൃശ്ശൂർ അൽത്താസയിലത്തെ നിങ്ങൾ കഴിച്ചു നോക്കുക, അവിടത്തെയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ ചേട്ടൻ അന്ന് ഞാൻ അല്ല അന്നല്ല 2-3 ദിവസം കഴിഞ്ഞിട്ട്, അന്ന് ഒരു ഷവർമ്മ കഴിച്ച് നമ്മള് ഇതായിണ്ടല്ലോ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർക്ക് ഒരു ദിവസം പോയിട്ട് വരുമ്പോ ചേട്ടൻ വാങ്ങിട്ട് 3 ഷവർമ്മ വാങ്ങിച്ചു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞൂടെ. അത് നല്ല വിലയുണ്ട് കേട്ടാ ഷവർമ്മക്ക്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു ഷവർമ്മ. അപ്പൊ 190 രൂപ ഒരെണ്ണത്തിന്റെ വില. 190 3 കൂടി 810 രൂപ. ബിഗ് എന്താ പറയാ, ജംബോ വലുതാ വാങ്ങിച്ചേ. ഞാൻ പറഞ്ഞു ചെറുത് മതി, വലുതിന് നമ്മളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെ ഒരെണ്ണം ജഗ്ഗു ഈസി ആയിട്ട് കഴിച്ചു. പക്ഷെ എനിക്ക് ഒരെണ്ണം കഴിച്ച മുക്കാല് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് പോണില്ല, എന്നെ കൊണ്ട് പറ്റുണ്ടായിരുന്നില്ല.
അത്രയ്ക്ക് വലുത് കഴിക്കാനുള്ള ആവുത് എനിക്കില്ല. അപ്പൊ ആള് പറഞ്ഞ ആളാരാന്നറിയില്ല. ചേട്ടൻ ആ ഹോട്ടലും ഭയങ്കര ഇഷ്ടമായി. അതന്നെ, നല്ല അവിടെ എത്തി കഴിഞ്ഞിട്ട് അത് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ എന്നെ വിളിച്ച് സംസാരിച്ചു. ഓ ഇത് സൂപ്പർ ഹോട്ടലാ, ഇങ്ങനെ തൃശ്ശൂർ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അല്ലേ. നമ്മളാകെ ഈ വഴിക്ക് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിക്ക് പോവാണെങ്കിൽ ഭവാൻ, തൃശ്ശൂര് പോവാണെങ്കിൽ ഭാരതില്, അങ്ങനെ കേറാറുള്ളേ. എന്തായാലും അൽത്താസലത്തെ അടിപൊളിയാട്ടാ. അപ്പൊ അത് ആരാ പറഞ്ഞെന്ന് അറിയില്ല. പറഞ്ഞ ആൾക്ക് നന്ദി മാത്രല്ല, അവിടേക്ക് പോയി നിങ്ങളൊന്ന് കഴിച്ചു നോക്കി നോക്കുക. ആളുടെ അഭിപ്രായം തന്നെ നമുക്ക്. പറഞ്ഞ ആളോടാണോ പറയണേ? ആൾ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ നമ്മളോട് പറഞ്ഞു. വേറെ ആളെല്ലാം പോയി കഴിച്ചോളാൻ. മനസ്സിലായില്ലേ? പറഞ്ഞ ആളോട് പറയാന്നില്ല ചേട്ടൻ. ആളോട് അത് അവിടെ പോയി കഴിച്ചു നോക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ഒക്കെ പോയി. റിയാസ്, സരിത, എന്തായാലും ഏട്ടാ എൻ്റെ ഏട്ടൻ? ഏയ് ഒന്നുമില്ല, പൊരിച്ച കോഴിയുടെ മണം, അത് എവിടെ നിന്നാണെന്ന് നോക്കി വന്നതാ. അജു, അതുമല്ല ഹോട്ടലിൽ നിന്നും പൊരിക്കുന്നതായിരിക്കും അനിലേട്ടൻ. ഏയ് അതൊന്നുമല്ല, ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ട് വന്ന് നോക്കിയതാ. എന്നാ ഞാൻ പോട്ടെ. ആളൊരു ഭാവന ഉണ്ടാക്കി പറഞ്ഞേക്കാം. അടുത്ത അനിൽകുമാർ പി ടി. അറേബ്യൻ ഫുഡ് ഐറ്റംസ് ആയ കുഴിമന്തി, അൽഫാം, ഷവർമ എന്നിവയുണ്ടാക്കുന്ന അജു ചേട്ടനെ സരിത ശക്തമായ പ്രതിഷേധം, ശക്തമായി അപലപിക്കുന്നു. ആളെക്കൊല്ലി ആഹാരങ്ങളാണിവ. ഈ ആഹാരങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. വിവിധ ചാനലുകളിൽ ഇവ കഴിച്ച് മരിക്കുന്നവരുടെ വാർത്തകളാണ് എപ്പോഴും. അതുണ്ട്. പക്ഷേ എന്താ ആളെക്കൊല്ലി എന്ന് പറയണേ? അതാ ഈ മയണൈസ് ആണ് ഇതിലത്തെ വില്ലൻ വരുന്നത്. നമ്മുടെ ഇതിലത്തെ അൽഫാം ചിക്കൻ, അതിലൊന്നും ഫാറ്റ് ഒന്നുമില്ലല്ലോ. മറ്റേ ഇത് വെച്ച് ഗ്രില്ല് ചെയ്യല്ലേ, അതിലുള്ള കൊഴുപ്പ് സാധനങ്ങൾ തന്നെ ഒറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ മറ്റേ ഫ്രൈഡ് ചിക്കൻ പോലെ പ്രശ്നമില്ലല്ലോ അൽഫാം. പക്ഷെ ഈ മയണൈസ് ആണ് പ്രശ്നം. നമ്മൾ വീട്ടിലുണ്ടാക്കണം. അല്ല, ഈ അൽത്താസിന്ന് കൊണ്ടുവരുന്ന ഈ അൽഫാം ഉണ്ട്, അത് 45 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം. അല്ല ഷവർമ, അതില് 45 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം. ഇങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ ഇങ്ങനെ TV ഒക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. എന്റെ ഇടയിലാണ് ഈ കവറും ഇത് വായിച്ചു. പക്ഷെ പിന്നെ ആളുടെ ഒരു ജാതി. ഞാൻ തൃശ്ശൂരിന്ന് വാങ്ങിച്ചു കൊണ്ടിട്ട് 41 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതറിയില്ല. 4 മിനിറ്റ് കൂടിയുള്ള പിന്നെ ബാക്കി. ആ 4 മിനിറ്റിനുള്ളിൽ തിന്ന് കഴിക്കണല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അവൻ എന്നിട്ട് ഓടിപ്പോയിട്ട് വായൊക്കെ കഴുകി ക്ലീനാക്കി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയണത്. അപ്പൊ ഞാനാണെങ്കിൽ ഇത് ഇരുന്ന് നിരങ്ങി കിടുന്നൊക്കെ ലാസ്റ്റ് ആയപ്പോ അങ്ങനെയൊക്കെയാണ് കഴിക്കണത്. അല്ല, എന്നോട് പറഞ്ഞു ഫസ്റ്റ് തന്നെ. അവൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ കഴിച്ച് കഴിഞ്ഞ. അപ്പൊ എന്നെ ടെൻഷൻ ആക്കണ്ട വെച്ചിട്ട് അവൻ ചിലപ്പോ എന്താണാവോ അമ്മ അതേ ഇതുമ്പോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് 45 മിനിറ്റിനുള്ളിൽ കഴിക്കണം. നമ്മൾ അവിടെയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അടുത്തത് ഷാലൂസ് ഡ്രീം ഫുൾ തോട്ട്സ്. മരത്തിന് ടിഷ്യൂ പേപ്പർ ആക്കിയാൽ എന്താ? മരത്തിൽ നിന്നാണല്ലോ ടിഷ്യൂ പേപ്പർ ഉണ്ടാകുന്നത്. പിന്നെ ഷവർമ ഉണ്ടാക്കിയതിൽ ഏറ്റവും സന്തോഷം ചാർലിക്കാണ്. കാരണം അത് വായിലുള്ളത് കാരണമാണല്ലോ ചീത്ത കേൾക്കാതെ രക്ഷപ്പെട്ടത്. അടുത്തത് സുജിചന്ദ്രൻ. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ 5 പൈസയ്ക്ക് കൊള്ളാത്ത ഐറ്റംസ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഷവർമ, മുരിങ്ങ, മാണിക്യം, അങ്ങനെ. ആരെ പറഞ്ഞ ഷവർമ 5 പൈസയ്ക്ക് കൊള്ളില്ലാന്ന്? സൂപ്പർ ടേസ്റ്റ്. ഞങ്ങൾ കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ചെറിയ ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. നമ്മൾ ചേട്ടനാക്കിയതിൽ മയണൈസ് ഇത്തിരി കൂടിപ്പോയി. അപ്പം ആ മയണൈസിൽ ആ പച്ചക്കറിയൊക്കെ നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് പകരം ചോപ്പറിൽ അരിഞ്ഞിട്ട് ആ മയണൈസായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കോരിയിടുക. ഈ ചിക്കനും ആ നീളത്തിൽ അരിഞ്ഞതിന് പകരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ടിട്ട് ചുരുട്ടി കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. അടിപൊളിയാണ്. മുരിങ്ങ മാണിക്യം തൊട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലോ വളരെ സിമ്പിളായി ഉണ്ടാക്കുന്ന ഐറ്റംസ് അടാറായിരിക്കും. ഇന്നലത്തെ കുക്കിംഗ് വീഡിയോ അതെന്തിട്ടായിരുന്നാവും ഇന്നലത്തെ. അതുപോലെ അജു ചേട്ടൻ്റെ പണ്ടത്തെ കുറേ കുക്കിംഗ്. തൃശ്ശൂർ നമ്മുടെ സിറ്റി. ചേട്ടനൊരു തട്ടുകട തുടങ്ങിക്കൂടെ? നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ തുടങ്ങുക അല്ല, ഞങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് ക്ലിക്കാവും. തൃശ്ശൂർ തന്നെ തുടങ്ങിക്കോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഈ മേഖലയിൽ നിങ്ങൾ തിളങ്ങും തീർച്ചയായിട്ടും. പിന്നെ എന്താണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഫേമസ് ആണല്ലോ. എന്തായാലും ഒരു തട്ടുകട തുടങ്ങും, എന്തായാലും വിജയിക്കുന്നു. തട്ടുകട ഇപ്പോൾ താൽക്കാലികമായി തുടങ്ങാൻ പറ്റും. നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാരണം നമുക്ക് അതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ചെല്ലണ്ടേ. അപ്പോൾ നമുക്ക് തട്ടുകട തുടങ്ങാൻ പറ്റില്ല. വേറെ സംരംഭം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. തട്ടുകട തുടങ്ങുമ്പോൾ അതിലേക്ക് കുക്കിങ്ങിന് ആൾക്കാരെ വെച്ചു, വിൽക്കാനായിട്ട് വേറെ ആൾക്കാരെ വെച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ.
അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഒരു പുലർച്ചെ ഒരു 4 മണിക്ക് എണീറ്റ് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊള്ളി ആയാലും അല്ലേ ഇതൊക്കെ വെച്ച് ഇതുണ്ടാക്കി പിന്നെ ഇതിൻ്റെ പാത്രങ്ങൾ കഴുകലും ക്ലീനിങ്ങും കഴിഞ്ഞ് ഇത് വിൽക്കാൻ പോയി. അത് വിറ്റ് വരുമ്പോൾ ഒരു 11 മണി 12 മണിയും. എന്നിട്ട് പിന്നെ എല്ലാ ഇതും കഴുകി വെച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വീണ്ടും 4 മണിക്ക് തട്ടുകടയൊക്കെ ചെയ്യണവരെ സമ്മതിക്കണം. നമ്മൾ തട്ടുകട കൊള്ളിയില്ലേ വേറെ ടൈപ്പാണ്, നല്ല ആളുകൾക്ക് കിട്ടാത്ത സാധാരണ തട്ടുകടയിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം അല്ലേ. തുന്തുരിന് ഓരോടനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മറ്റേ ഫുഡ് ട്രക്കില്ലേ, അത് നമ്മുടെ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സാധനം അവന് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പ്രത്യേക നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവിടെ പോയിട്ട് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റില്ല, റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കില്ല. ആ സാധനങ്ങൾ വളരെ വില കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കി ചെയ്യാൻ പറ്റും അത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഫുഡ് ട്രക്ക് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല പൈസ വരുമല്ലോ. അതൊരു വണ്ടി, സൈഡൊക്കെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടി, അതിൻ്റെ ഉള്ളിൽ കിച്ചൺ സെറ്റപ്പ് ഒക്കെ ശരിയാക്കി പറ്റിയ സ്ഥലം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് സ്ഥലമൊക്കെ കിട്ടും, പക്ഷെ പൈസ വേണം നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് അവൻ തൽക്കാലം അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അടുത്തത് സനോജ് ടി അർജുനൻ. അനിലേട്ടനെയും ചെറിയേട്ടനെയും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും. വീഡിയോയിലൂടെ അവർ ഞങ്ങളിലേക്ക് വെച്ച് നീട്ടുന്ന ഒരുപാട് തിരിച്ചറിവുകളും ദൈനംദിന ജീവിത രീതികളും വളരെ വിലമതിക്കുന്നത് തന്നെയാണ്. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും അണ്ണാൻ കുഞ്ഞുങ്ങളാവണം, അല്ലെങ്കിൽ ആവാനെങ്കിലും ശ്രമിക്കണം. അനിലേട്ടനെയും ചെറിയേട്ടനെയും ഒരുപാട് ഇഷ്ടം. സ്നേഹം മാത്രം മതി ചേട്ടാ, ചേച്ചി ചേച്ചി. ഇത് അനിലേട്ടൻ്റെ കുറുക്ക് വീഡിയോയിൽ ചേട്ടാ. അടുത്തത് മഞ്ജുഷ PB. വല്യച്ഛൻ പറഞ്ഞ അപ്പീലില്ല അല്ലേ ജഗു? ഇത്രയും നല്ല വല്യച്ഛന്മാരെ കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ഭാഗ്യം ജന്മത്തിൽ കിട്ടാനില്ലേ? ഗോഡ് ബ്ലസ് യു ഓൾ. കുറുക്കേ അവനങ്ങനത്തെ, അവൻ കുഞ്ഞിതിൽ വരെ കുറുക്ക് കഴിക്കില്ല. അവൻ അറപ്പാണ് കുറുക്ക് കഴിക്കുക. കുഞ്ഞുണ്ണിയായിരിക്കും നമ്മൾ കുറുക്ക് കൊടുക്കില്ലേ, അത് കഴിക്കില്ല. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പറയാൻ കഴിപ്പില്ല. ആ സമയം ചോറ് നമ്മൾ ആ സമയത്ത് പല്ലൊന്നും വന്നിട്ടില്ല, അപ്പം മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കില്ലേ, അതും അറപ്പാ. പക്ഷേ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉടച്ചിട്ട് അപ്പം അതിൽ വറ്റൊന്നും ശരിക്കും ഉടയില്ല, വറ്റിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവും, അത് ആൾ കഴിച്ചോളൂ. അങ്ങനെയായിരുന്നു അവൻ കുഞ്ഞില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഈ ചുണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര അറപ്പാണ്. അത് പല കുട്ടികൾക്കും അങ്ങനെ പല ഇതുണ്ട്, കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് വരും. ബിൻസി മുകേഷ്. അനിലേട്ട ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ, കുറച്ച് ചോറൊക്കെ കഴിച്ചേക്ക്. വീട്ടിലും ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ക്യാരക്ടറാണ്. അതന്നെ അല്ലേ ചേട്ടനൊക്കെ ഭക്ഷണം ധൈര്യമായിട്ട് കഴിക്കണം. അല്ല ചേട്ടൻ അതുകൊണ്ട് ഷുഗറും കൊളസ്ട്രോളും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ പണിയെടുക്കണ കാരണം കൊണ്ട് വീട്ടിലും ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ക്യാരക്ടറാണ്, കണ്ടാലറിയാം. എനിക്ക് 3 ആൺമക്കളാണ്. അവർ വലുതാകുമ്പോൾ ഇതുപോലെ ഒത്തൊരുമയോടെ ജീവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് കുറവാണ്. അടുത്തത് ബിന്ദുജ വിജയൻ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുക അനിലേട്ടൻ്റെ അജയേട്ടൻ്റെ ബാക്കി അവിടുത്തെ ചേട്ടന്മാരുടെയൊക്കെ മക്കളുടെ ഒരു ഭാഗ്യം. ഈ അധ്വാനികളായ അച്ഛന്മാർ, അവർക്ക് വേണ്ടതൊക്കെ ആ പറമ്പിൽ അവരുണ്ടാക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ അവർക്ക് കൊടുത്ത് ഇരട്ടിയായി അവർ മക്കൾക്ക് കൊടുക്കുന്നു. എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ. അടുത്ത പ്രിയ ജോഷി. ചെറിയ കുട്ടികളെ പോലെ ഏട്ടന്മാർ, എന്നാൽ കരുതലും സ്നേഹവും എന്താ. ഏട്ടന്മാർ ഉള്ളപ്പോൾ നമ്മളെന്നും കുഞ്ഞുങ്ങളാവും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, ഈശ്വര ഇത്രയും വലിയ പിള്ളേരുണ്ടല്ലോ എനിക്കിന്ന്. അപ്പോൾ ചേട്ടന്മാർ ഉള്ള അനിയത്തിമാർക്ക് അങ്ങനെയാണ്, നമ്മൾ വലുതായിന്ന് തോന്നില്ല, നമ്മളെപ്പോഴും ചെറുതാന്ന് തോന്നും. അവർക്കും നമ്മൾ ഉണ്ണികളാണല്ലോ എന്നും. എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നാറുണ്ട്. ഞാൻ തുന്തുരായിട്ട് ജനിച്ചെങ്കിൽ അപ്പോൾ അവൻ ഞാനായിട്ടും. അപ്പോൾ എനിക്ക് ഒരു ചേട്ടൻ ഉണ്ടായി, എനിക്ക് അനിയൻ വേണ്ട, ചേട്ടൻ മതിയായിരുന്നു എന്നേ. ചേട്ടന്മാർ ആര് വേണമെങ്കിൽ ഉണ്ടല്ലേ, ഏത് ടൈപ്പിലുള്ള വേണമെങ്കിലും എടുക്കാം. അടുത്തത് ജാസി ഡ്രൈവൺ. നല്ല കഠിനാധ്വാനം ചെയ്യുന്ന അനിലേട്ടൻ കഴിക്കുന്ന കുറുക്ക് കണ്ട് നമ്മളെല്ലാവരും അത് കഴിക്കാൻ തുടങ്ങിയാൽ പണി കിട്ടും കേട്ടോ. അതിലിടുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. ശർക്കര ചേർക്കാണ്ടിരുന്നാൽ മതിയില്ലേ? ശർക്കര അല്ല, പിന്നെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടി അങ്ങനെയൊക്കെ ചേർക്കണ്ടല്ലോ. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പണിയാണ് കിട്ടുക. അതല്ല ഉദ്ദേശിക്കണേ, ആള് നന്നായി അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്രയും ഹെവി ആയിട്ട് ഇത് കഴിക്കാം. കഴിച്ചോണ്ട് കുഴപ്പമില്ല, ദഹിച്ചു പൊക്കോളുന്നു. പക്ഷെ പണിയെടുക്കാണ്ടിരിക്കണവർ കഴിച്ചാൽ പണി കിട്ടും, അങ്ങനെയാണ് പറയണത്. അടുത്തത് ആനന്ദലത. ഇങ്ങനൊരു പേര് ആദ്യമായിട്ടാണ് കേൾക്കണം, ആനന്ദലത. ഞാൻ ഈ പേര് എപ്പോഴേ വായിച്ചപ്പോഴേ വിചാരിച്ചു അല്ലെ, സ്നേഹലത, ഹേമലത, അങ്ങനെയൊക്കെ കുറേ പ്രേമലത, സ്വർണ്ണലത അങ്ങനെ കേട്ടിട്ട് ആനന്ദലത എന്ന് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. അതാരീ പേരിട്ടെ? ഹാപ്പി ഫാമിലി, ഗോഡ് ബ്ലസ് യുവർ ഫാമിലി. കാണുമ്പം സന്തോഷത്തിൻ്റെ അളവ്
കാണുമ്പോൾ അറിയാൻ സന്തോഷത്തിനുള്ളതാണ്. അല്ലല്ല, കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ ഉണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ അളവ് പറയാൻ വയ്യാന്ന്. എനിക്ക് ഒരേ ഒരു എൽഡർ ബ്രദർ റീസെൻ്റ്ലി ജനുവരിയിൽ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ സാഡ് മൂഡിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ബന്ധം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഐ എം ഫ്രം സിംഗപ്പൂർ. അടുത്തത് ഹരിഹര അയ്യർ. രാവിലെ ആയാൽ നിങ്ങളുടെ വീഡിയോ വന്നില്ല എന്ന് നോക്കും, കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇന്ന് ചേട്ടന്മാരെയും കാണാൻ പറ്റി. എൻ്റെ വൈഫാണ് കാണുന്നത്. എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ. ഐശ്വരി ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാം എൻ്റെ വൈഫാണ് കാണുന്നത്, ഞാൻ കാണാറൊന്നും ഇല്ലേ. അടുത്തത് കൃഷ്ണകുമാർ. അനിലേട്ടൻ്റെയും ചെറിയേട്ടൻ്റെയും കണ്ടതിൽ വലിയ സന്തോഷം. അവർ അജൂസ് വേൾഡിൻ്റെ ഭാഗമാണ്. ഇടയ്ക്ക് അവരെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു പ്രയാസമാണ്. അനിലേട്ടൻ്റെ ജോബിൻ്റെ പ്രയാസം കേട്ടപ്പോൾ വിഷമം തോന്നി. കുറുക്ക് ബോഡിക്ക് വളരെ നല്ലതാണ്. അജുവും സരിതയും ജഗ്ഗുവും കഴിക്കണം. ഇല്ല, അനിലും ചേട്ടൻ അതൊന്നും ഒരു പ്രശ്നമല്ല. പണി ഇല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ആൾക്ക് ബുദ്ധിമുട്ട്. പണിയണം. വിനോദിനി അത് ചെറുപ്പത്തിലെ അല്ല ചേട്ടാ അങ്ങനെയായിരുന്നു. അത് അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇവരിലെ എല്ലാവരിലും പണിയെടുക്കാനായിട്ടേ അല്ല ചേട്ടാ കുഞ്ഞിത ചെറുതായിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പുസ്തകം വരയിൽ കൊടുത്തു വെച്ചിട്ട് നേരെ ഓട്ട് കമ്പനിയിലേക്ക് പോയിട്ട് പറ്റാവുന്നത് 5-ലോ 6-ലോ 7-ലോ പഠിക്കുന്ന സമയത്ത് പറ്റാവുന്നത് അച്ഛൻ്റെ ഒപ്പം നിന്ന് സഹായിക്കാറുണ്ടായിരുന്നു എന്ന്. പറഞ്ഞാലും കേക്കില്ലാന്ന് അല്ല ചേട്ടനെ. അതിപ്പോ വണ്ടി വെച്ചിട്ട് ഈ അച്ഛൻ അല്ല ചേട്ടൻ പണിയുടെ കാര്യം പറഞ്ഞില്ല. ആ പണി കഴിഞ്ഞിട്ട് തവിട് പൊടിയായിട്ട് ആള് വരുന്നുണ്ടാവാ. ആ സമയത്ത് ഇപ്പൊ നമ്മൾ എന്തിട്ടേലും ഒരു പണി എടുക്കണ ഞാൻ 5 കൊല്ലം അവിടെ നിന്നതല്ലേ. പണിയെടുക്കണ കാണുമ്പോഴത്തേക്ക് ഓടി വരും. അതവിടെ ഇട്ടാ ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് വരും നമ്മളെ. അടുത്തത് വിനോദിനി KP. വലിയേട്ടൻ ചെറിയേട്ടൻ എല്ലാവരും ഒരുമിച്ച് വർത്താനം പറഞ്ഞ് കുറുക്കുണ്ടാക്കി കഴിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒത്തൊരുമയുള്ളൊരു കുടുംബം കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിരിക്കാൻ അജുവിന്റെ വളിച്ച കോമഡിയും. അയ്യോ, അവസാനം ചേട്ടനെ തളർത്തി. എനിക്കൊരു തളരില്ല. നമ്മളിപ്പോ ഇത് ഉണ്ടാക്കണമെന്നല്ല തന്നെ വരുന്നതല്ലേ. അടുത്തത് പ്രമോദ് മേഫാബ്. പ്രമോദ് മീഫാബ് എന്നാണോ? ഇതുപോലുള്ള ചേട്ടന്മാരെ കിട്ടിയ അജു എത്രയോ ഭാഗ്യവാൻ. ചെറിയേട്ടനോടും അനിലേട്ടനോടും പ്രത്യേക അന്വേഷണം അറിയിക്കുക. സരിത ജഗ്ഗു സൂപ്പർ. വീഡിയോ കാണാൻ തന്നെ എന്തൊരു കുളിർമ. എല്ലാവരോടും സ്നേഹം മാത്രം. ഗോഡ് ബ്ലസ് യു. അടുത്തത് 1 2 3 4 LC. അജുവേട്ടൻ സരിതേച്ചി ഒരു ഗുരുവായൂർ വ്ളോഗ് എടുത്തൂടെ? പുലർച്ചയ്ക്ക് രാത്രിയിലും എന്ത് പോസിറ്റീവ് വൈബ് പോസിറ്റീവ് ആംബിയൻസ് ആണ് അവിടെ നിന്ന്. നിങ്ങൾ വീഡിയോ എടുത്താൽ നന്നാവും. നോക്കാം, ഒരു ദിവസം പോകുമ്പോൾ എടുക്കാം. മധു പുത്തൂർ രാമൻ. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉലുവയ്ക്ക് കയ്പുണ്ടാവില്ല. സരിത ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് കഴിക്കുന്ന സ്പീഡ് കണ്ടപ്പോൾ അനിലേട്ടൻ്റെ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. വേഗം പാത്രം കൊണ്ട് പോയി ആളെത്തി. ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ വേറൊന്നും ഉണ്ട്. ഒരു ഗ്ലാസ് പാല്, ഒരു നേന്ത്രപ്പഴം, ഒരു പിടി കപ്പലണ്ടി, പൊട്ടുകടല 10 വീതം, ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും, ചെറിയ കഷ്ണം ശർക്കര, ഒരു സ്പൂൺ തേൻ. പൊടിക്കാനുള്ളത് പൊടിച്ച ശേഷം പാലും പഴവും തേനും ചേർത്ത് ജ്യൂസാക്കി കഴിച്ചു നോക്ക്. നല്ല ഹെൽത്തിയാണ്. ഇതുപോലത്തെ ചേട്ടൻ ഉണ്ടാക്കും ഇല്ലേ നിങ്ങള്? മറ്റേ ഇതിന് പോകുമ്പോ പാലും പൂവമ്പഴമൊക്കെ ചേർത്തിട്ട് ജിമ്മിന് പോകുമ്പോ. അടുത്തത് ലിജോ KJ. ആരോഗ്യശീലങ്ങൾ നല്ലതാ. വയസ്സുകാലത്ത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ അമ്മ മാത്രമല്ല അച്ഛനടക്കം അമ്മയെ ശ്രദ്ധയോടെ പരിപാലിക്കാൻ നോക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ശാരീരികമായും മാനസികമായും ഒരുങ്ങണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ലൈവിൽ പ്രതികരണ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉറപ്പായും കാണണമെന്ന് കരുതിയിരുന്നു. പക്ഷെ പറ്റിയില്ല കേട്ടോ. നിങ്ങളുടെ മുരിങ്ങയില വിഭവങ്ങൾ, മുരിങ്ങക്കായ പായസം, മുരിങ്ങയില പായസം ഇടാൻ ഞാൻ പറഞ്ഞത്. മുരിങ്ങയില പുട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ മുതൽ അമ്മയുടെ മുരിങ്ങയില പുട്ട് ഉണ്ടാക്കുന്ന ശ്രമം ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ലാസ്റ്റ് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഒല്ലൂർ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആയിരുന്നു എന്നും പറഞ്ഞിരുന്നു. എൻ്റെ അമ്മാമ്മയെ കാണാനായിരുന്നു. അതിനടുത്ത ദിവസം, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ അമ്മാമ്മ മരിച്ചുപോയി. അതിന് അതുകൊണ്ട് പ്രതികരണ പരിപാടി കാണാൻ സാധിച്ചില്ല. ഞായറാഴ്ച ലൈവിൽ വരുമെന്ന് പറഞ്ഞത് കാണാൻ പറ്റിയില്ല. ഇന്നലെ 7-ന്റെ പരിപാടിയായിരുന്നു. അടുത്തത് നവനീഷ് ഗുരുവായൂർ. ഏട്ടന്മാർ ഇരിക്കുമ്പോൾ ചേച്ചി ആ ടേബിളിൽ കയറി ഇരിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. മൂത്തവർക്ക് കുറച്ച് റെസ്പെക്ട് കൊടുക്കാമായിരുന്നു. വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു. അതൊന്നുമില്ലേ, വീഡിയോ എടുക്കേണ്ട സൗകര്യത്തിന് സരിത അവിടെ നിന്ന് വർത്താനം പറഞ്ഞല്ലോ. അയ്യോ, ഇവിടെ വലിയേട്ടൻ തൊട്ട് അല്ലെങ്കിൽ അച്ഛൻ തൊട്ട് അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല. മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്ക് എണീറ്റ് നിന്ന് നമുക്ക് ബഹുമാനോ സ്നേഹമൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വരണ്ട. അല്ലാണ്ട് പുറമേക്ക് അവരെ കാണുമ്പോൾ എണ്ണീറ്റ് ഉള്ളിൽ തെറി പറഞ്ഞ് അങ്ങനെ അല്ലല്ലോ വേണ്ടത്. നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് സ്നേഹവും
പരസ്പര ബഹുമാനമൊക്കെയാണ്. അത് പല്ലൻ ചേട്ടൻ എന്നോടുണ്ട്, എനിക്ക് തിരിച്ചുണ്ട്, അതുപോലെ ചെറിയേട്ടനായാലും. അല്ലാണ്ട് അതിപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കണേൽ ഇങ്ങനെ കാണിക്കണേലൊന്നും അതിൻ്റെ ആവശ്യമില്ല. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്തിട്ടാ പെടന്നേ തൊണ്ട. നിങ്ങൾക്ക് മാങ്കോടിച്ചിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ കൊല്ലം ഏഷ്യാനെറ്റുകാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ. അപ്പോൾ സുരേഷ് ഗോപിയായിട്ട് ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് വിളിച്ചത്. അവർ ഏഷ്യാനെറ്റ് ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സുരേഷ് ഗോപി വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവരെ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ നടന്നു വന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എണീറ്റ് നിന്നു. അപ്പോൾ ആളെന്നെ കണ്ട് ചിരിച്ച് ആളകത്തേക്ക് പോയി. മേക്കപ്പ് റൂമിലേക്ക് ഞാൻ പിടിക്കാണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും എണീറ്റ് വന്നു. അപ്പോൾ ആൾ വീണ്ടും എന്നെ നോക്കിയിട്ട് ഇങ്ങനെ സാധാരണ പോലെ പോയി. പിന്നെ പുറത്ത് പോയിട്ട് പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും എണീറ്റ് വന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരാൾ വരുന്നവർ എത്ര വലിയവരായാലും നമ്മൾ ആദ്യത്തെ ഒരു വട്ടം വരുമ്പോൾ എണീറ്റ് നിന്നോ, പിന്നെ വീണ്ടും വീണ്ടും അയാൾ ഇതിൽ കടന്നു പോകുമ്പോൾ എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. എണീറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്ടമുണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ബഹുമാനം കാണിക്കുക. അല്ലാണ്ട് എപ്പോഴും എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ഇരിക്കി ഇന്നച്ചൻ അവിടെ ഇരിക്കി, ഞാൻ ഇനിയും ഇതിലെ 3-4 വട്ടം നടന്നു പോകുന്നു അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഇതാണ് ഓരോരുത്തർ ബഹുമാനിക്കേണ്ട വിധം. ചിലപ്പോൾ നമ്മൾ ഇവിടെ നമ്മളങ്ങനെയാണ് പഠിച്ചതൊക്കെ. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് അപ്പം അമ്മയൊക്കെ പറഞ്ഞു തരണം അങ്ങനെയാണ്, മൂത്തവരെ കാണുമ്പോൾ ബഹുമാനിക്കണം, എഴുന്നേറ്റിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എതിർത്തൊരു വാക്ക് സംസാരിക്കരുത്. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. മൂത്തവരെ അടുത്ത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഇവിടുത്തെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇവിടുത്തെ ചേട്ടന്മാരായിക്കോട്ടെ ഞാൻ ഇന്നേവരെ എതിർത്തൊരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ എണീറ്റിക്കൽ ബഹുമാനിക്കൽ, അവർ താഴ്ത്തിരിക്കുമ്പോൾ നമ്മൾ മുകളിലിരിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഇല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്, ഇവിടെ ഒരു കസേര കിടക്കേണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയേട്ടൻ വന്നിട്ട് നിലത്തായിരിക്കും. ചെറിയേട്ടന് അതാണ് സന്തോഷം. അപ്പോൾ ചെറിയേട്ടൻ നിലത്തിരിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ അയ്യോ അങ്ങനത്തെ ഒരു അങ്ങനെയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഇവിടെ ഇതൊരു എന്താ പറയാ, എനിക്കത് പറയാനറിയില്ല. കൊറേ കാര്യങ്ങളിൽ ആളുകൾക്ക് മാതൃകയാക്കാവുന്ന കൊറേ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. എനിക്ക് ഇവിടെ വന്ന ഉടനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ട് എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ബന്ധുക്കളുടെ അടുത്തായാലും വീട്ടിൽ പോയിട്ടായാലും ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണം, ഇവിടത്തെ പോലെ ആവണം. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛനായാലും തുന്തുരുവിനായാലും ഭക്ഷണം വിളമ്പി നമ്മൾ മേശയമ കൊണ്ടുവച്ച് കൊടുക്കുക. പിന്നെ അവരെന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുകൊടുക്കും. പിന്നെ ചോറ് വീണ്ടും വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് ചോദിക്കുക. ഇടയ്ക്ക് പോയിട്ട് ചോദിക്കും. അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ അവിടെ ചെണ്ടു പോകും. അപ്പം നമ്മൾ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി നമ്മൾ കഴുകി വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടേണം. അപ്പം അങ്ങനെ വേണം. പെണ്ണുങ്ങളാണ് പണികളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരെ പറയുമ്പോൾ ഞാൻ ടൗണിലാണ് കേട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് പറയാം, നമ്മളിവിടെ ഇരുന്നിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിളമ്പി കൊണ്ടുവന്ന് തരും അവര്. ചേട്ടന്മാരായാലും ആരായാലും ഇവര് വിശക്കുമ്പോൾ പോയിട്ട് എടുത്ത് വിളമ്പി ഉണ്ട് കഴിച്ച് ഇവര് കിണ്ണം കഴുകി വയ്ക്കും. അതുപോലെ എന്ത് പണികളായാലും ഒരു പണിയും പെണ്ണിനുള്ളത് ആണിനുള്ളത് മാറ്റി വയ്ക്കില്ല. ബാലൻ ചേട്ടനൊക്കെ ചില സമയത്ത് അവിടെ നിന്ന് ഭയങ്കര അലക്കണ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ബാലൻ ചേട്ടനാണ് അലക്കണേന്ന് അറിയാം. കാരണം വലിയ ചവിട്ടിയൊക്കെ ചിലപ്പോ ചേച്ചി അലക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ചേട്ടൻ, ഇത് നിനക്ക് പൊന്തില്ല, അത് ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവിടെ വേദന എടുക്കും അവിടെ വേദന എടുക്കും പറഞ്ഞിട്ട് ചേച്ചിനോട് ചെയ്യിപ്പിക്കില്ല. അത് അങ്ങനെ അത് ചിലപ്പോ എന്താ പറയാ മറ്റുള്ളവർക്ക് അങ്ങനെ അല്ലാത്ത കാണുമ്പോ തോന്നുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ചിലത് ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ കുറെയൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ളത് ഞങ്ങൾക്ക് ഇരുന്ന് പറയാം. നെഗറ്റീവ്സ് ഞങ്ങൾ ഇരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളും ഉണ്ടാവും. അടുത്തത് മുല്ല ഷബീർ. ദുബായിൽ ഇരുന്നുകൊണ്ട് തൃശ്ശൂർ എക്സിബിഷൻ്റെ കൂടെ കറങ്ങി, അലുവയും തിന്നു, പുലിക്ക് സർബത്തും കുടിച്ചു, രാജേട്ടൻ്റെ കരകൗശലവും കണ്ടു. ഒടുവിൽ തേരിറങ്ങും മുകിലേ തൂവലൊന്ന് തരുമോ എന്ന മനോഹരമായ ഗാനം അടുത്തുള്ളിക്കിലുക്കം സിനിമയിലെ ആ മുരളികയിലൂടെ ചേട്ടൻ വായിച്ചതും കേട്ട് കണ്ണു നിറഞ്ഞു. ഈ വർഷത്തെ എക്സിബിഷൻ കണ്ടു, നിങ്ങളോടൊപ്പം പുറത്തിറങ്ങിയപ്പോൾ മനസ്സിന് ഒരു സന്തോഷം. അടുത്ത വിജയലക്ഷ്മി. ചെമ്പുക്കാവിൽ താമസിക്കുന്ന ഞാൻ പോലും ചൂട് കാരണം എക്സിബിഷൻ കാണാൻ പോയില്ല. ഇനി പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായി നിങ്ങൾ കാണിച്ചു തന്നല്ലോ. വളരെ വളരെ നന്ദി. തൃശ്ശൂരിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. അടുത്തത് അനില കുമാരി. ഗൗരീശങ്കരത്തിലെ സാറിന്റെ ക്യാരക്ടർ സൂപ്പറാണ്, നമ്മുടെ സത്യേട്ടൻ്റെ. കിടിലൻ സീരിയലാണ്.
ഞാൻ ആകെ കാണുന്ന ഒരു സീരിയൽ, സിനിമ ആക്കിയാൽ നന്നായിട്ട് ഓടുന്നു. നമ്മൾ കണ്ടിട്ടില്ല ചേട്ടാ. അത് വിചാരിച്ചിട്ട് അത് ഇനി എപ്പോഴാണ് ഏഷ്യാനെറ്റിലാണ് അതെന്ന് മനസ്സിലായി. എത്ര മണിക്കാണെന്ന് അറിയില്ല. പിന്നെ കണ്ടോക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യേട്ടൻ്റെ. ഞങ്ങൾ അറിഞ്ഞില്ല ആൾ സീരിയലിൽ അഭിനയിക്കണ ചേട്ടാ. മറ്റേ ഹബീബ് ഖാൻ അഭിനയിക്കുന്നുണ്ട്, മറ്റേ കുടുംബവിളക്ക് ഒരു ക്യാരക്ടറായിട്ട് ഹബീബ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹബീബ് ഖാൻ അഭിനയിക്കുന്നുണ്ട്, അതറിയാം നമുക്ക്. പക്ഷെ സത്യേട്ടൻ അഭിനയിക്കുന്ന കാര്യം അറിയണ്ടായിരുന്നില്ല. സൂപ്പർ നടനാണ്, അടിപൊളിയാണ് ആളുടെ. ബാലകൃഷ്ണൻ കെ നായർ. അജു ചേട്ടൻ ആ കട്ടിംഗ് ബോർഡ് വാങ്ങിയില്ല. ആ ചേട്ടൻ പഴയ പോലെ തന്നെ പറ്റിച്ചു. പിന്നെ ഫ്രീ ആയി ഒരു കട്ടിംഗ് ബോർഡ് കിട്ടി. 60+60 120 രൂപ പോയി. അതെന്തിനാ അറിയില്ലേ ചേട്ടൻ ഗ്ലാസ് എറിഞ്ഞത്? അത് സാരല്ലേ, അതൊരു രസമല്ലേ. ഒന്ന് സമാധാനമായിട്ടൊന്ന് നിന്ന് ഒക്കെ എറിഞ്ഞതിലൊക്കെ ചേട്ടന് പറ്റില്ല. അടിപൊളി ഉന്നാണ്. മാങ്ങകളൊക്കെ ചേട്ടൻ എറിഞ്ഞ് വീഴ്ത്തുന്നു കാണാൻ അത്ഭുതം തോന്നും. അത്ര ഉന്ന. ജഗ്ഗു ഇടം കൈയാണെങ്കിലും നല്ല ഉന്നുണ്ട്. പക്ഷെ ജഗ്ഗുവിന് പെട്ടെന്ന് അങ്ങടേ കൈയിന്റെ ഇവിടെ ഭയങ്കര വേനിയ. ആദ്യം മുകളിലേക്ക് കല്ലിങ്ങനെ ഗുണ്ടെറിയാന്ന് പറയില്ല നമ്മള്, ഏറ്റവും എഴുതിയാര് കല്ലെറിയാന്നുള്ളതൊക്കെ നോക്കാറില്ല. കുറേ. അടുത്തത് മണികണ്ഠൻ PAT. അയ്യോ അല്ലല്ല അങ്ങനെയല്ല, മണിക്കടമ്പത്ത് എന്നാണ്. അടുത്തത് മണിക്കടമ്പത്ത്. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മഞ്ഞച്ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല. കേട്ടിട്ടുണ്ടോ ഇത്? പിന്നിലാണ്ട് പണ്ടത്തെ ഒരു ചൊല്ലാണിത്. മഞ്ഞച്ചേര മലർന്ന് കടിച്ച മലയാളത്തിൽ മരുന്നില്ല. അത് അല്ല, ഞങ്ങളിങ്ങനെ പിള്ളേരുകള് ഈ ഇങ്ങനെ നടന്ന് ഈ പാമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ഇങ്ങനെ പിള്ളേരുകൾ ഇങ്ങനെ ജാഥ വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകും. മഞ്ഞച്ചേര മലർന്ന് കടിച്ച മലയാളം. മലർന്ന് കടിക്കോ? കടിച്ചിട്ടുണ്ടാവില്ലായിരിക്കില്ലേ, അതുകൊണ്ടാവും ഇങ്ങനെ പറയണേ. അല്ല, പണ്ടത്തെ ഒരു ഓരോ ഇതുകളൊക്കെയാണ്, കുട്ടികളായിരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയണത്. അടുത്ത് റെയിൻ ഡ്രോപ്സ്. ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് ഷൈൻ ചെയ്യാൻ സരിത അനുവദിക്കരുത് അജു ചേട്ടാ. അത് ചേട്ടൻ്റെ ഇമേജിനെ ബാധിക്കും. ചേട്ടൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് മാത്രം സരിതയ്ക്ക് അനുവദിച്ചാൽ മതി. നമുക്ക് അങ്ങനെ എന്തിട്ട് ഇമേജ്? ഈ എന്നിട്ടാണ് എക്സിബിഷനിലെ വീഡിയോയിലിട്ട ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് കുറേ വട്ടം മുമ്പ് ഇട്ടിട്ടുള്ളതാ. നമ്മുടെ കാജുവിന് CA കിട്ടിയതിൻ്റെ ആഘോഷത്തിലാണ് അത് ആദ്യമായിട്ട് ഇട്ടത്. അതിൻ്റെ ആ വീഡിയോ എടുക്കണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അത് വാങ്ങിച്ചത്. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ കൊല്ലം ഫെബ്രുവരിയിൽ എങ്ങനെയാണ്. പക്ഷെ ഇതിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്, അത് ബോറാണ്, എനിക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് വീഡിയോയിൽ അത് എത്ര മാന്യമായ വേഷമാണല്ലേ, ഒരു സ്ഥലം പോലും പുറത്തേക്ക് കാണുന്നില്ല. അതുപോലെ കവർ ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. പക്ഷെ എന്താന്ന് മനസ്സിലാവണില്ല ആളുകൾക്ക്, അത് ഇഷ്ടപ്പെടാത്തത്. റിയാസ്. അജു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുത്തു. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണ്ട എന്ന വാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ എത്തി. അജു കട്ടിംഗ് ബോർഡ് വേണോ? അപ്പോൾ സരിത വാങ്ങിക്കോ ചേട്ടാ. അജു മിക്സ്ചർ വേണോ? അജു വേണം ചേട്ടാ. അജു ഈശ്വര, കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റുകയാണല്ലോ. ഇങ്ങനെ പോയാൽ കളസം കീറിയിട്ട് ഇവർ വിടുകയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ട് വേഗം മുങ്ങാം. കഴിഞ്ഞു. കട്ടിംഗ് ബോർഡിന്റെ ആവശ്യം ഉണ്ടായില്ല. അവിടെ അങ്ങനെ നീ ഇപ്പൊ രാജേട്ടൻ നമുക്ക് കട്ടിംഗ് ബോർഡ് തന്നു. മരത്തിന്റെ അല്ല, വലുത് വേണമെങ്കിൽ അവിടെ എടുക്കായിരുന്നു ആള് തന്നെ. എന്തായാലും ഫ്രീ ആയിട്ട് തന്നാ, അപ്പൊ പിന്നെ വലുത് നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. എല്ലാം കഴിഞ്ഞ ഇല്ല. അടുത്തത് ദിവ്യ PBR. അമ്മയുടെ അച്ഛൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എക്സ്പേർട്ടായിരുന്നു. അമ്മാച്ചൻ ഉണ്ടാക്കി മാത്രമാണ് ചെറുപ്പത്തിൽ സുഖിയൻ കഴിച്ചിട്ടുള്ളൂ. അതൊക്കെ ഓർമ്മ വന്നു. കാലം സുഖിയൻ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചു. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സാധിക്കുന്നവർ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. അയ്യോ, എന്തെങ്കിലും മറ്റേ ഷുഗർ ഉണ്ടാവാതിരിക്കും വേണമെങ്കിൽ, അല്ല അതാവും. അടുത്ത മുല്ല ഷബീർ. ഞാൻ സ്കൂളിൽ നിന്ന് നേരെ എൻ്റെ ഉപ്പയുടെ അടയ്ക്ക കടയിലേക്ക് പോകും, കേച്ചേരി. അവിടെ നിന്ന് ഉപ്പയുടെ കൈയും പിടിച്ച് ഭാസ്കരേട്ടൻ സുനിൽ ഹോട്ടലിലേക്ക്. ചില അലമാരയിൽ ഭാസ്കരേട്ടൻ്റെ ഭാര്യ ഉണ്ടാക്കിയ സുഖിയൻ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. ഉപ്പ അനക്ക് എന്താ വേണ്ടേ? ഒരു സംശയമില്ലാതെ ഞാൻ, ഇക്ക് സുഖിയൻ മതി. സുഖിയനും പാലും വെള്ളവും കഴിക്കും. ഭാസ്കരേട്ടൻ്റെ സുഖിയനെ പോലെ മറ്റൊരു സുഖിയൻ ഞാൻ കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ അജുവേട്ടൻ്റെ കരവിരുതിലൂടെ ആ സുഖിയൻ എനിക്ക് മതിപോരുവോളം വാങ്ങിത്തന്ന എൻ്റെ ഉപ്പയും മരിച്ചു, ഭാസ്കരേട്ടനും മരിച്ചു. കുറേ പേരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നവരും ഈ മൺമറഞ്ഞു പോയി. ഇവിടെയൊക്കെ ചായക്കടയൊക്കെ നടത്തിയാണ് നല്ല പലഹാരങ്ങൾ. കുമാരേട്ടൻ, കുറേ പേരുണ്ടായിരുന്നു. അടുത്തത് സർവം സുന്ദരം. സെൻറ് തോമസ് കോളേജ് ക്യാൻറ്റീനിൽ നിന്നാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. പിന്നെ കഴിച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്ത ഒരേ ഒരു പലഹാരം. അതെ,
അടുത്തത് ദീപക് ദീപു. ലോകം അങ്ങനെയാണ്, തിളച്ച എണ്ണയിൽ മുരിഞ്ഞ് അടങ്ങുമ്പോഴും അവനെ വിളിക്കുന്ന പേര് സുഗിയൻ എന്ന്. എന്തായാലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചങ്ങായിയാണ് അവൻ. അത് ഇഷ്ടമില്ലാത്തവരുണ്ടപ്പോൾ. അടുത്ത ഷക്കീർ. ആരാണ് ഈ പാവത്തിനോട് ഈ ചതി ചെയ്തത്? തിളച്ച എണ്ണയിൽ കിടന്ന് വെന്തുരുകിയിട്ടും തന്നെ എല്ലാവരും സുഗിയൻ എന്ന് വിളിക്കുന്നു അല്ലേ? സുഗിയൻ അല്ലയോ സഹോദരരെ, നിങ്ങളുടെ കൈയറിയാതെ തിളച്ച എണ്ണയിൽ തട്ടിയാൽ നിങ്ങൾ സുഖിച്ചു എന്ന് പറയുമോ? അതും പോരാഞ്ഞിട്ട് തിരക്കുള്ള ചായക്കടയിൽ ബോണ്ടേനെയും സുഗിയനെ ഒരുമിച്ചിടും. പെട്ടെന്ന് ആരെങ്കിലും ബോണ്ട ചോദിച്ചു എന്നാൽ അറിയാതെ എന്നെ എടുത്തു കൊടുക്കും. അപ്പോൾ ബോണ്ട അല്ല എന്നറിയുമ്പോൾ എന്നെ കിട്ടിയ ആൾ ചീത്ത വിളിക്കും, അപമാനിക്കും. വേദനയും അവഗണനയും മാത്രം. അപ്പോൾ ചീത്ത വിളിക്കും. എനിക്ക് തോന്നും ഒന്നുമല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ രൂപം മാറ്റണം. പാവം എൻ്റെ സുഗിയൻ കുട്ടൻ. ഈ ചെറുപയറുണ്ടാന്ന അങ്ങനെ അങ്ങനത്തെ പേരുകള് മാറ്റാൻ പറ്റാ. സുഗിയൻ എന്നുള്ള പേര് ഇതായി കഴിഞ്ഞില്ലേ ആളുകൾക്ക്, അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം കാലത്ത് 9:40 വെയിലുണ്ട്, ഇളം വെയിലാണ്. സരിത പറയുന്നു വെയിലില്ല, മേഘാവൃതമാണ് ആകാശം. അപ്പോൾ അതുകൊണ്ട് മേഘത്തിന്റെ ഇടയ്ക്കൊന്ന് സൂര്യൻ പുറത്ത് വരുമ്പോൾ ഒരു വെയിലടിക്കുമ്പോൾ ഒരു ചൂട്. ഇപ്പൊ ചൂടില്ല ചേട്ടാ, ഫാനൊക്കെ കൊണ്ടുവച്ചു, അതാരും കുഴപ്പമില്ല. അപ്പൊ നേരം തെറ്റി ദിവസം തെറ്റിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞായറാഴ്ച വരുന്നതിന് പകരം ബുധനാഴ്ചയാണ് വീഡിയോ. സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.